ഹായ് ഹലോ വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ 8 നടന്മാരുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണം അവരുടെ കരിയർ ഡൗൺ ആയിപ്പോയ സാഹചര്യം. അറിയപ്പെടാത്തതിനെ അറിയാം. കുട്ടി ഫാക്സിലേക്ക് സ്വാഗതം. നരേൻ 2002 നിഴൽക്കൂത്ത് എന്ന സിനിമയിലൂടെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കൊമേഴ്സ്യൽ ഫിലിം ഫോർ ദ പീപ്പിൾ ആണ്. 2004 ഇത് തമിഴിലും തെലുങ്കിലും ഡബ് ചെയ്തു. ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ലോയറായ ഇമ്മാനുവൽ ജോൺ എന്ന ക്യാരക്ടറിലൂടെ അച്ചുവിന്റെ മുരളി എന്ന കോളേജ് സ്റ്റുഡന്റിന്റെ കഥാപാത്രത്തിലൂടെ ക്ലാസ്മേറ്റ്സിലും മികച്ച പ്രകടനം നരേൻ കാഴ്ചവെച്ചു. അങ്ങനെ 2005-2006 തുടർച്ചയായ വിജയങ്ങൾ നരേൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് നൽകി. ഇതിനുശേഷം വളരെ സെലക്റ്റീവായി മാത്രം സ്ക്രിപ്റ്റുകൾ എടുത്ത് ചെയ്യുന്ന ഒരു നടനായി മാറി നരേൻ. ഇത്തരത്തിൽ സെലക്റ്റീവായ സാഹചര്യത്തിൽ നരേന് സിനിമ ഇൻഡസ്ട്രിയിലുള്ള സജീവമായ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് വന്നിരുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ഫ്ലോപ്പുകൾ ഉണ്ടായേനെ എന്നത് വാസ്തവമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഹിറ്റുകളും ഉണ്ടായേനെ. അങ്ങനെ സജീവമായി ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ നരേന് കഴിയുമായിരുന്നു. കുറെ നാളുകൾ സിനിമയിലൊന്നും കണ്ടിരുന്നില്ല എങ്കിലും 2019-2022 എന്നീ വർഷങ്ങളിൽ ഇറങ്ങിയ കൈദി, വിക്രം എന്നീ ബ്ലോക്ക് ബസ്റ്ററുകളിൽ പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിക്കുകയുണ്ടായി നരേൻ. ഇപ്പൊ മലയാള സിനിമയിലേക്കും തിരിച്ചുവരവൻ ഒരുങ്ങിയാണ് നരേൻ. മോഹൻലാൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു മോഹൻലാൽ എന്ന നടന്റെ ആദ്യത്തെ ചിത്രം. ആദ്യത്തെ കഥാപാത്രത്തിലൂടെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മോഹൻലാൽ എത്തിയത്. പിന്നൊട്ടനവധി ക്യാരക്ടർ റോളുകളും വില്ലൻ റോളുകളും നായക വേഷങ്ങളും ചെയ്ത് മോഹൻലാൽ മലയാളികളുടെ സ്വന്തം ലാലേട്ടനായി മാറി. കിരീടം, തൂവാനത്തുമ്പികൾ, ദേവാസുരം, സ്ഫടികം, വാനപ്രസ്ഥം, ആറാം തമ്പുരാൻ, ഭ്രമരം, കിലുക്കം, നിർണയം, തന്മാത്ര. മലയാളികളുടെ മനസ്സിൽ ഓർത്തുവെക്കാൻ ഒട്ടനവധി ഹിറ്റുകൾ നൽകിയ നടനാണ് ലാലേട്ടൻ. മോഹൻലാൽ എന്ന നടന്റെ അഭിനയത്തിന്റെ റേഞ്ചിനെ പറ്റി ഒരു വ്യക്തിയോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. അത്ര കണ്ട് വലിയൊരു പ്രതിഭയാണ് മോഹൻലാൽ. തന്റേതായ ശൈലിയിൽ ഒരു സീനിനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യാമോ അത്രയും മനോഹരമാംവിധം തിയേറ്റർ സ്ക്രീനുകളിൽ എത്തിക്കുന്ന ഒരു നടനായിരുന്നു മോഹൻലാൽ. ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് മോഹൻലാൽ എന്ന ആ അതുല്യ പ്രതിഭയെ മലയാളികൾക്ക് നഷ്ടമായത്. ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയൊരു ട്രാൻസ്ഫോർമേഷനാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി അദ്ദേഹം ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇറങ്ങിയ പല സിനിമകളിലും ഈ രൂപമാറ്റം വിനയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീവ്രമായ ഭാവങ്ങൾ കൊണ്ട് തിയേറ്ററുകളിൽ കാഴ്ചക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ആ മാന്ത്രികത നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇനി എത്രയോ ആടാനില്ലേ, എല്ലാം നമുക്ക് ആടി തീർക്കണ്ടരാം. പിന്നീട് ഇറങ്ങിയ പല സിനിമകളും വമ്പൻ പരാജയങ്ങളായി മാറി. അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ക്രിപ്റ്റുകളും അത്ര മികച്ചതായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്റെ എല്ലാ കഥകളും ബാബുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ അടുത്ത് പുറത്തിറങ്ങിയ നേര് എന്ന സിനിമയാണ് അദ്ദേഹത്തിന് ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് സമ്മാനിച്ചത്. സ്വാഭാവികമായും ഒരു മോഹൻലാൽ ചിത്രത്തിന് തരക്കേടില്ലാത്ത പ്രതികരണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായും അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജയിലറിലെ ഗസ്റ്റ് റോളിന് കിട്ടിയ സ്വീകാര്യതയും വളരെ മികച്ചതായിരുന്നു. അതിനുശേഷം ആരാധകരെല്ലാവരും പറഞ്ഞത് ഇത്തരത്തിൽ സ്റ്റൈലിഷായ ഒരു റോളിന് വേണ്ടിയാണ് അവരെല്ലാവരും കാത്തിരിക്കുന്നത് എന്നായിരുന്നു. ഇനിയും വരാൻ പോകുന്ന ചിത്രങ്ങളും അത്തരത്തിൽ ബ്ലോക്ക് ബസ്റ്ററുകളാകുമെന്ന് പ്രതീക്ഷിക്കാം. നിവിൻ പോളി. 2009 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലെ പ്രകാശൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് നിവിൻ പോളി എത്തുന്നത്. ആദ്യ സിനിമയിൽ തന്നെ ഒട്ടനവധി പ്രശംസകൾ നിവിൻ പോളിയെ തേടിയെത്തിയിരുന്നു. തട്ടത്തിൻ മറയത്ത്. 2012 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്തിലൂടെ ഒന്നുകൂടി ഇൻഡസ്ട്രിയിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിക്കുകയായിരുന്നു നിവിൻ പോളി. തട്ടത്തിൻ മറയത്ത് യൂത്തിനിടയിൽ ഉണ്ടാക്കിയ ഓളം അത്ര വലുതായിരുന്നു. ഒരു സെൻസേഷൻ തന്നെയായി മാറി നിവിൻ പോളി എന്ന പേര്. 2013 അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത നേരം എന്ന ബൈലിംഗൽ സിനിമ കൂടി ഹിറ്റ് ആയതോടുകൂടി ഒരു ഗ്യാരണ്ടിയുള്ള നടനായി മാറി നിവിൻ പോളി. അതിനുശേഷം ഇറങ്ങിയ മിക്ക നിവിൻ പോളി സിനിമകളും മികച്ച സിനിമാ അനുഭവങ്ങളായി മാറി. 2015 അങ്ങനെ പ്രേമം എന്ന സിനിമ സംഭവിക്കുന്നു. നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറുകയായിരുന്നു ആ സിനിമ. ആ സമയത്ത് അതിൽ നിവിൻ പോളിയുടെ ഗ്യാങ് ഇട്ടിരുന്ന കോസ്റ്റ്യൂംസ് പോലും ട്രെൻഡായി മാറി. തമിഴ്നാട്ടിൽ പ്രേമം 100 ദിവസമോട്. അങ്ങനെ അത്രയും നാളുള്ള നിവിൻ പോളിയുടെ സ്റ്റാർ വാല്യൂവിനെ മാറ്റിമറിച്ച സിനിമയായിരുന്നു പ്രേമം. അന്ന് വരെ ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ പല റെക്കോർഡുകളും ഭേദിക്കുകയായിരുന്നു നിവിൻ പോളിയുടെ പ്രേമം എന്ന സിനിമ. 2014 ഇറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു നിവിൻ പോളിയുടെ അടുത്ത വമ്പൻ ഹിറ്റ്. റിയലിസ്റ്റിക് സിനിമ ആദ്യ ദിനങ്ങളിൽ ആളുകൾ ഏറ്റെടുത്തില്ല എന്ന് ചിന്തിച്ചുവെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ചിത്രം ഹൗസ്ഫുള്ളായി തിയേറ്ററുകളിൽ നിറഞ്ഞോടി. സിനിമ വളരെ വ്യത്യസ്തമായൊരു ഫീലാണ് കാഴ്ചക്കാർക്ക് നൽകിയത്. വമ്പൻ ഹിറ്റായി മാറിയ ആക്ഷൻ ഹീറോ ബിജുവിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു നിവിൻ പോളി. 2018 റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണിയും നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ മറ്റൊരു വലിയ ഹിറ്റായി മാറി. ലാലേട്ടന്റെ ഗസ്റ്റ് റോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേക ആകർഷണീയതയായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ സിനിമകൾ അത്ര കണ്ട് വിജയം നേടിയില്ല എന്ന് തന്നെ പറയാം. അതിന്റെ ഒരു മുഖ്യ കാരണം അദ്ദേഹത്തിന്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു. കായംകുളം കൊച്ചുണ്ണിക്ക് വേണ്ടി വരുത്തിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡിയെ ഒരല്പം കൂടി ബൾക്കിയാക്കി എന്ന് തന്നെ പറയാം. 2019 ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലൂടെ ഒരു വൻ തിരിച്ചുവരവ് തന്നെ നിവിൻ പോളി നടത്തി. സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആയിരുന്നിട്ട് പോലും ഒരു വമ്പൻ കളക്ഷനാണ് ലവ് ആക്ഷൻ ഡ്രാമ നേടിയെടുത്തത്. പല സിനിമകളും വ്യക്തമായ രീതിയിൽ കാണികളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. എന്തിനാണ് ഇത് നിവിൻ പോളി ചൂസ് ചെയ്തത്
എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. പാളിപ്പോയ കുറെ ശ്രമങ്ങൾ. അതിനുശേഷം ഇതാ നിവിൻ പോളി ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. സൽമാൻ ഖാൻ ബോളിവുഡിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയ ഒരു നടനാണ് സൽമാൻ ഖാൻ. 1988 പുറത്തിറങ്ങിയ ബീബി ഹോ തോ ഏസി എന്ന സിനിമയിലൂടെയാണ് സൽമാൻ ഖാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം 1989 പുറത്തിറങ്ങിയ മേനെ പ്യാർ കിയ എന്ന ചിത്രം ബോളിവുഡിന്റെ ബോക്സ് ഓഫീസിൽ തന്നെ വൻ വിജയമായി മാറി. ഇതിനുശേഷം നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച് സൽമാൻ ഖാൻ ബോളിവുഡിലെ തന്നെ ഒരു സൂപ്പർ താരമായി മാറുകയായിരുന്നു. ഹം ആപ്കെ ഹെ കോൻ, കരൺ അർജുൻ, ജീത്ത്, ജുഡുവ, ബീബി നമ്പർ 1, നോ എൻട്രി, വാണ്ടഡ്, ബജ്രംഗി ഭായിജാൻ, ദബാങ് 2, ബോഡിഗാർഡ് എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളുമാണ് സൽമാൻ ഖാൻ ബോളിവുഡ് സിനിമയ്ക്ക് സമ്മാനിച്ചത്. അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളിലൊന്നാണ് ബാസിഗർ, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. ഈ രണ്ട് ചിത്രങ്ങളും ആദ്യം അദ്ദേഹത്തിന്റെ അടുത്തേക്കായിരുന്നു എത്തിയത്. പക്ഷേ ഇവ രണ്ടും തെരഞ്ഞെടുക്കാത്തതിന് ആ ഒരു അവസരം ഷാറുഖ് ഖാനിലേക്ക് എത്തിച്ചേർന്നു. ഈ രണ്ട് സിനിമകളും ബോളിവുഡിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ പെടുന്നവയാണ്. ഹം സാത്ത് സാത്ത് ഹൈ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സൽമാൻ ഖാൻ ഒരു ബ്ലാക്ക് ബക്കിനെ വേട്ടയാടി. ബിഷ്ണോയി കമ്മ്യൂണിറ്റി സൽമാൻ ഖാനെതിരെ കേസ് കൊടുത്തു. ഇതിനുശേഷം ഐശ്വര്യ റായുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഒരു വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യമായി. കിങ് ഖാൻ ബോളിവുഡിലെ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു നടൻ. ഷാറുഖ് ഖാൻ നിർമ്മാണ രംഗത്തും അഭിനയ രംഗത്തും ടെലിവിഷൻ രംഗത്തും ഏറ്റവും പോപ്പുലറായ ഒരു നടനാണ് ഷാറുഖ് ഖാൻ. ദൂരദർശൻ സീരിയലായ ഫൗജിയിലാണ് ഷാറുഖ് ഖാൻ ആദ്യമായി അഭിനയിക്കുന്നത്. ഒരു പട്ടാളക്കാരന്റെ കഥാപാത്രമായിരുന്നു ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചത്. ഈ ഒരു ഷോയിലൂടെ തന്നെ ടെലിവിഷൻ രംഗത്ത് വീണ്ടും ഓഫറുകൾ ഷാറുഖ് ഖാൻ വന്നു തുടങ്ങി. ആദ്യ സിനിമകളിലൊക്കെ തന്നെ വില്ലൻ വേഷങ്ങളാണ് ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചത്. 1995 ആദിത്യ ചോപ്രയുടെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന സിനിമയിൽ ആദ്യമായി ഷാറുഖ് ഖാൻ നായകനായി അരങ്ങേറി. സിനിമയുടെ വൻ വിജയം ഷാറുഖ് ഖാന് മുമ്പിലേക്ക് നിരവധി കഥാപാത്രങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാതിൽ തുറന്നു. ദിൽ തോ പാഗൽ ഹേ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന ലെവലിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ ഷാറുഖ് ഖാന് സാധിച്ചു. കൽ ഹോ ന ഹോ, ബീർ സാറ എന്നീ സിനിമകൾ ഏറ്റവും അധികം ലാഭം പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് നേടിക്കൊടുത്തു. ഇത്തരത്തിലുള്ള നിരവധി പ്രൊഡക്ഷൻ ഹൗസുകളോടൊപ്പം ഷാറുഖ് ഖാൻ വർക്ക് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഷാറുഖ് ഖാന്റെ ജനപ്രീതി വർദ്ധിച്ചു. ഒരു വലിയ ആരാധക വൃന്ദത്തെ തന്നെ സൃഷ്ടിക്കുവാൻ ഷാറുഖ് ഖാന് സാധിച്ചു. പക്ഷേ തിരഞ്ഞെടുത്ത സിനിമകളിൽ ചെറിയ പാകപ്പിഴകൾ പറ്റിയത് അദ്ദേഹത്തിന്റെ കരിയറിന് വളരെയേറെ ദോഷം ചെയ്തു. അദ്ദേഹം ഉപേക്ഷിച്ച പല ക്യാരക്ടറുകളും മറ്റു നടന്മാർക്ക് ഒരു വലിയ വിജയം തന്നെ നേടിക്കൊടുത്തു. സഞ്ജയ് ലീല ബൻസാലി ചിത്രം പത്മാവത് എന്നീ സിനിമകളിലെ വേഷങ്ങൾ നിരസിച്ചതുകൊണ്ട് തന്നെ വൻ വിജയങ്ങളായി മാറിയ 2 സിനിമകൾ ഷാറുഖ് ഖാന് നഷ്ടമായി. അതുപോലെ തന്നെ അമീർ ഖാന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെടുന്ന രംഗ് ദേ ബസന്തി, ലഗാൻ, 3 ഇഡിയറ്റ്സ് ഇവ 3ഉം ഷാറുഖ് ഖാൻ ഉപേക്ഷിച്ച സിനിമകളായിരുന്നു. ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ കാരണം ഷാറുഖ് ഖാന് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നഷ്ടമായി. ജയം രവി തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു മികച്ച നടൻ തന്നെയാണ് ജയം രവി. സീനിയർ ഫിലിം എഡിറ്റർ എ മോഹനന്റെ മകൻ രവി തുടക്കം കുറിച്ചത് ജയം എന്ന സിനിമയിലൂടെയാണ്. 2004 പുറത്തിറങ്ങിയ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നു. ഒരു ഫാമിലി എന്റർടൈനർ എന്ന നിലയിൽ ചിത്രീകരിച്ച ഈ ചിത്രം മികച്ച ചിത്രത്തിനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടി. രവിക്ക് മികച്ച നടനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ചു. 2005 പുറത്തിറങ്ങിയ ദാസ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആക്ഷൻ ചിത്രമായിരുന്നു. അതും വൻ ബ്ലോക്ക് ബസ്റ്ററായി മാറി. പിന്നെ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ ജയം രവി തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് നൽകി. ദീപാവലി, സന്തോഷ് സുബ്രഹ്മണ്യം, എങ്കേ എങ്കാതൽ, തനിയൊരുവൻ തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങളാണ് ജയം രവിയുടെ ലിസ്റ്റിലുള്ളത്. പക്ഷേ അദ്ദേഹം 2 വർഷത്തോളം കാലം മാറ്റിവെച്ച ഒരു സിനിമയായിരുന്നു ആദി ഭഗവാൻ. ഇത്രയും അധികം ഡെഡിക്കേഷനോടുകൂടി ആ സിനിമയെ കണ്ടു എങ്കിൽ കൂടി അത് ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായി മാറി. അദ്ദേഹം മാറ്റിവെച്ച ഈ 2 വർഷങ്ങൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ ബാധിച്ചു എന്ന് പറയാം. സിലംബരസൻ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു മികച്ച നടനാണ് സിലംബരസൻ. നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഗായകനും സംവിധായകനും നിർമ്മാതാവും കൂടിയാണ് സിലംബരസൻ. അച്ഛൻ ടി രാജേന്ദ്ര നിർമ്മിച്ച സിനിമകൾ ബാലതാരമായാണ് അദ്ദേഹം ആദ്യമായി കരിയർ ആരംഭിക്കുന്നത്. പിതാവ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത കാതൽ അഴുവതില്ലേ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ഒരു നായകനായി തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. 2003 പുറത്തിറങ്ങിയ ദമ്മായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം. അത് 2002 പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ അപ്പുവിന്റെ റീമേക്കായി. 2004 പുറത്തിറങ്ങിയ കോകിലായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ഹിറ്റ്. പിന്നീട് അങ്ങോട്ട് നിരവധി ഹിറ്റുകൾ സിലംബരസൻ നൽകി. വിണ്ണൈ താണ്ടി വരുവായ, സിലമ്പാട്ടം, ഗോവ ഇങ്ങനെ നിരവധി ഹിറ്റുകളാണ് അദ്ദേഹം തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് നൽകിയത്. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മികച്ച ഓഫറായിരുന്നു ഓ എന്ന സിനിമ. പക്ഷേ ആ അവസരം നിരസിക്കുകയും അത് ജീവ ചെയ്യുകയും അത് ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറുകയും ചെയ്തു. അത് സിലംബരസൻ ഫിലിം കരിയറിൽ എടുത്തൊരു ബാഡ് ഡിസിഷനായി മാറി. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.